സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനം. ഇന്ന് 3 ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ ആലുവയിലെ വീടുകളിലും റോഡിലും വെള്ളം കയറി. ആലുവ, എറണാകുളം റോഡിലും വീടുകളിലും കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനിയും രശ്മ ബാബുവും ചേരുന്നുണ്ട്. ആദ്യം രേഷ്മയിലേക്ക് പോകാം. രേഷ്മ, ഈ ആലുവയിൽ ചിലയിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്താണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ? എന്താണ്? മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്ന് പറയുമ്പോഴും ഒറ്റപ്പെട്ട മേഖലകളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? രേഷ്മയിലേക്ക് വരാൻ മുമ്പ് ശാലിനി, മഴ മുന്നറിയിപ്പുകൾ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? എങ്ങനെയുണ്ട് സംസ്ഥാനത്തെ മഴയുടെ നിലവിലെ മുന്നറിയിപ്പുകൾ? മഴ എങ്ങനെയുണ്ട്? പരക്കെ മഴ മാറി നിൽക്കുന്നു, നേരിയ ശമനമുണ്ടെന്ന് പറയുമ്പോഴും പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ശാലിനി. ഉമേഷ്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം തുടർന്ന ഒരു തീവ്ര മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് നിലവിലെ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത്തരത്തിലുള്ള അറിയിപ്പുകൾ തന്നെയാണ് നൽകുകയും ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും സംസ്ഥാനത്ത് 3 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ജില്ലകൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. 9ഓളം ജില്ലകൾക്ക്, തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള 9ഓളം ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. അല്പസമയത്തിന് ശേഷം 1 മണിയുടെ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വരാൻ പോവുകയാണ്. അതിലൊരു പക്ഷേ കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ മാറാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് ഈ മഴ തുടരുമെന്നുള്ളതാണ് ഇവരുടെ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. 25-ാം തീയതിയോട് കൂടി, അതായത് നാളെ രാവിലെയോട് കൂടി മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായി ഇത് മാറും. തുടർന്ന് 25-ന് വൈകിട്ട്, നാളെ വൈകിട്ടോടെ ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. വെള്ളിയാഴ്ചയോട് കൂടി രാത്രിയോടെ ബംഗ്ലാദേശ് സമീപത്ത് പശ്ചിമ ബംഗാൾ തീരത്ത് ഇത് സാഗർ ദ്വീപിനും ഹെപ്പു പാറയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് ഈ ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ്. കന്യാകുമാരി തീരത്ത് നിന്ന് ഏകദേശം 500 കിലോമീറ്റർ മാറി കാലവർഷ കാറ്റ് തുടരുന്നതും സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണമാകുന്നുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കുക. ഒപ്പം തന്നെ തീരദേശ മേഖലകൾക്കും മലയോര മേഖലകൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും ഈ ഘട്ടത്തിൽ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. ഉമേഷ്. രശ്മിയുണ്ട്. രശ്മ, നേരത്തെ രശ്മിയോടാണ് ആദ്യം ചോദ്യം ചോദിച്ചത്. രശ്മ, ഈ ആലുവയിലെ ചില മേഖലകളിലൊക്കെ വീടുകളിലും റോഡുകളിലും ഒക്കെ വെള്ളം കയറി വെള്ളക്കെട്ട് നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴെന്താണ് എറണാകുളം ജില്ലയിലെ ആ പ്രദേശത്തെ മഴയുടെ ഒരു ശക്തി എങ്ങനെയാണ്? ഒപ്പം വെള്ളക്കെട്ടിന്റെ പ്രശ്നം ഇപ്പോഴും രൂക്ഷമായി തുടരുന്നുണ്ടോ രശ്മ? ജില്ലയില് മിക്കയിടങ്ങളിലും മഴ തോർന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ കനത്ത മഴയെ തുടർന്ന് വീടുകളിലും റോഡിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ആലുവ, പുളിഞ്ചോട് ഭാഗത്തെ റോഡുകളിലും പഴയ എറണാകുളം റോഡിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമാണ് വെള്ളം കയറിയിട്ടുള്ളത്. ആ ഭാഗങ്ങളിലെ വീടുകളിലും കടകളിലും വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കാനകൾ അടഞ്ഞു പോയതാണ്. അതായത് മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായിട്ട് അധികാരികൾ നടപ്പാക്കാത്തത് കൊണ്ട് തന്നെയാണ് മഴ പെയ്യുമ്പോൾ കൊച്ചിയിലും പ്രത്യേകിച്ച് ആലുവ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. ഈ കാനകൾ നിറഞ്ഞ് ഓടകളിലെ വെള്ളവും കൂടി നിറഞ്ഞ് മലിന ജലം നിറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം വീടുകളിലും അതോടൊപ്പം തന്നെ കടകളുടെ ഭാഗങ്ങളിലും ഒക്കെ തന്നെ കയറുന്നത്. റോഡിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഗതാഗത കുരുക്ക് പല ഭാഗങ്ങളിലും നേരിടുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ആലുവ, പുളിഞ്ചോട്, പഴയ എറണാകുളം റോഡ് ഭാഗങ്ങളിൽ ഇതേ അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് ചെറിയ മഴ പെയ്താൽ പോലും ആ ഭാഗങ്ങളിൽ വെള്ളം വീടുകളിൽ അടക്കം കയറുന്ന സാഹചര്യം, റോഡുകളിൽ വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഗതാഗത കുരുക്കിലേക്ക് ഇത് നയിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇനി കൊച്ചി നഗരത്തിലേക്ക് വരികയാണെങ്കിലും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണുള്ളത്. ഇടപ്പള്ളി ഭാഗത്തൊക്കെ തന്നെ ചെറിയ മഴ പെയ്താൽ പോലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്കിൽ മഴ പെയ്തപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതായത് ഓഫീസുകളിലടക്കം വെള്ളം
പൊങ്ങിയിരുന്നു. എന്തായാലും നിലവിൽ മഴ തോർന്നിരിക്കുകയാണ്. പക്ഷെ ദുരിതാശ്വാസ ക്യാമ്പുകൾ നേരത്തെ തന്നെ ജില്ലയിലെ പല ഭാഗങ്ങളിലും തുറന്നിട്ടുണ്ട്. കീലേരി മലയിൽ മണ്ണിടിച്ചിൽ മൂലം 20 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം മലയോര മേഖലയിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെരിയാർ തീരത്തുള്ളവർക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉമേഷ്, ശരി രേഷ്മ, എന്തായാലും രേഷ്മ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നാൽ ആലുവ മേഖലകളിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്.